നസ്ർ വീണ്ടും പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുൻപേ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് യുദ്ധം രൂപപ്പെട്ടത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിൽ അമേരിക്ക പ്രഖ്യാപിച്ച ഹോർമുസ് കടലിടുക്കിലെ ബ്ലോക്കേഡ് ഇറാന് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും പ്രശ്നം വീണ്ടും വഷളാക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇറാനോട് ആലോചിക്കാതെ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടന്ന കപ്പലുകളെ രക്ഷിച്ചെടുക്കാൻ അമേരിക്ക നടത്തിയ നീക്കമാണ് പ്രകോപനം സൃഷ്ടിച്ചതും വഷളായതും. അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ ബോട്ടുകൾ അടക്കമുള്ളവ അമേരിക്ക കടലിൽ മുക്കിയിരുന്നു. അങ്ങനെ സംഘർഷഭരിതമായ ആ പ്രതിസന്ധി വീണ്ടും മൂർച്ഛിച്ചിരിക്കുന്നു. അമേരിക്ക ഇറാന് കൊടുത്ത വെടിനിർത്തൽ ഫോർമുലയ്ക്ക് ഇറാൻ ഔദ്യോഗികമായി അമേരിക്കയ്ക്ക് മറുപടി കൊടുത്തു. ആ മറുപടി അപ്പോൾ തന്നെ ട്രംപ് തള്ളിക്കളഞ്ഞു. മറുപടിയിൽ ഇറാൻ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കാൻ 3-4 കാര്യങ്ങൾ ആദ്യം ചെയ്യണം. ഒന്ന്, പൂർണ്ണമായ യുദ്ധം അവസാനിപ്പിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും ആക്രമണം പാടില്ല. ആ വെടിനിർത്തൽ വ്യാപ്തിയിൽ ലെബനോനും ഉൾപ്പെടണം. എന്ന് വെച്ചാൽ ഹിസ്ബുള്ളയെയും ഇസ്രയേൽ ആക്രമിക്കാൻ പാടില്ല. ഇത് ഇസ്രയേൽ സ്വീകരിക്കുകയില്ല എന്ന് അമേരിക്കയ്ക്കറിയാം. ഇസ്രയേൽ തുടർച്ചയായി ലെബനോനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയും ലെബനോനിൽ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു. നിരന്തരമായി ഇസ്രയേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഹിസ്ബുള്ളയെ വളരാൻ അനുവദിക്കില്ല. ഹിസ്ബുള്ള വെടിനിർത്തലിൻ്റെ മറവിൽ ആയുധം ശേഖരിക്കുന്നു. അതുകൊണ്ട് തങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ലെബനോനിൽ ഹിസ്ബുള്ളയെ ആക്രമിക്കുന്നത്. അതാണ് പ്രധാന തടസ്സം. രണ്ടാമത്തേത്, ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണം. മരവിപ്പിച്ച സ്വത്തുക്കൾ വിട്ടുതരണം. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം തങ്ങൾക്ക് വേണം. ഈ ആവശ്യങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ വെച്ചത്. ഇത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. അപ്രായോഗികമാണ്. ഇറാന് യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെ ഞങ്ങൾ ഈ നിർദ്ദേശങ്ങൾ തള്ളുന്നുവെന്ന് ട്രംപ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചു. ഇതോടുകൂടി അവസാനിച്ചു എന്ന് കരുതിയിരുന്ന യുദ്ധം വീണ്ടും പുനരാരംഭിക്കുന്നതായി ഇറാൻ പ്രഖ്യാപിക്കുന്നു. കുവൈറ്റിന് നേരെയും UAEക്ക് നേരെയും ഇന്നലെയും ഇറാൻ ആക്രമണം നടത്തി. ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ ഹോർമുസ് കടലിടുക്ക് പരിസരത്ത് ആക്രമണമുണ്ടായപ്പോൾ UAEക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അതിനുശേഷം വീണ്ടും അത് നിർത്തിവെച്ചിരുന്നു. എന്നാൽ ഇന്നലെ UAEക്ക് നേരെ മാത്രമല്ല കുവൈറ്റിന് നേരെയും ആക്രമണം നടത്തി. മാത്രമല്ല ഖത്തർ പറയുന്നു അവരുടെ കടൽ പ്രദേശത്ത് കയറി എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടത്തിയെന്ന്. 3 രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അനേകം ഡ്രോണുകൾ UAEയിലേക്കും കുവൈറ്റിലേക്കും എത്തിയെന്നും അവയെല്ലാം നിർവീര്യമാക്കിയെന്നും ഈ 2 രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരം മിസൈലുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഈ രാജ്യങ്ങളിലെ വ്യോമഗതാഗതം അടക്കമുള്ളവ ബാധിക്കും. ഈ രാജ്യങ്ങൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വന്നിരുന്നു. വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ രൂപപ്പെടുമ്പോൾ യാത്രാ വിമാനങ്ങൾ റദ്ദ് ചെയ്യുന്ന അടക്കമുള്ള മുൻകരുതലുകൾ എടുക്കും. എന്ന് വെച്ചാൽ സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും സംഘർഷം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങൾ ആരുടെയും കളിപ്പാവകളല്ല, ആരുടെയും ഉത്തരവുകൾക്ക് മുമ്പിൽ കീഴടങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ശക്തമായ പ്രതികരണമാണ് നടത്തുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഞങ്ങൾ സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ട് എന്നാണ് ഇറാൻ നില പ്രഖ്യാപിച്ചത്. ആ സർപ്രൈസ് ഗിഫ്റ്റ് എന്താണ് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. ഇതിനിടയിൽ ഇറാൻ അവരുടെ 70% ആയുധ ശേഖരവും ഇപ്പോഴും സൂക്ഷിക്കുന്നു എന്ന് CIA അമേരിക്കയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെയുള്ള യുദ്ധത്തിൽ ഇറാനെ നിരായുധീകരിക്കാനോ ഇറാൻ്റെ റോക്കറ്റ് ലോഞ്ച് പാഡുകൾ ഇല്ലാതാക്കാനോ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്കിപ്പോഴും ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുന്ന ശേഷിയുണ്ടെന്നും പെൻറ്റഗൺ വിലയിരുത്തുന്നു. അങ്ങനെയാണ് യുദ്ധത്തിൽ നിന്നും പതിയെ പിന്മാറിയത്. അങ്ങനെയാണ് പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ രക്ഷിക്കാനുള്ള നീക്കം ഉപേക്ഷിച്ചത്. ഏതാണ്ട് 20,000-ൽ അധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, ജീവനക്കാർ. പേർഷ്യൻ ഗൾഫിലെ പല കപ്പലുകളിലുണ്ട്. പലതും എണ്ണ നിറച്ച കപ്പലുകളാണ്. ഇതോടെ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്നു. എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കും എന്നതിനെക്കുറിച്ച് നിശ്ചയവുമില്ല. പലതരത്തിലുള്ള ചർച്ചകൾക്കും വഴിമരുന്നിട്ട് കൊടുത്തെങ്കിലും ഒന്നും വിജയിക്കുന്നില്ല. ഇവിടെയാണ് ഇനി മറ്റൊരു നിവൃത്തിയില്ലാതെ അമേരിക്ക ഇസ്രായേലിനെ അണുബോംബിടാൻ ഏൽപ്പിക്കുമെന്ന ആശങ്ക ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക ആ പാപഭാരം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉത്തരവാദിത്വം ഇസ്രായേലിൻ്റെ മകളിൽ വരട്ടെ എന്നാണ് ധാരണ. സർപ്രൈസ് ഗിഫ്റ്റ് തരും എന്ന് ഇറാൻ പറഞ്ഞതോടെ അത് അണുവായുധമായിരിക്കുമോ എന്ന ഭയം ഇസ്രായേലിനുണ്ട്. അതിനു മുമ്പ് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുന്നു, അണുബോംബിട്ടേക്കും എന്ന ചില റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആശങ്ക പടർത്തിയിട്ടുണ്ട്. എണ്ണവില കുതിച്ചുയരുകയാണ്. ഓഹരി വീണ്ടും വീഴുകയാണ്. സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന യുറേനിയത്തെക്കുറിച്ചുള്ള തർക്കമാണ് ഇപ്പോഴും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളെ ഏറ്റവും കൂടുതൽ വഴിമുട്ടിക്കുന്നത്. ഏതാണ്ട് 500 കിലോഗ്രാമിനടുത്ത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ ആണവ കേന്ദ്രത്തിൽ ഏറ്റവും സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഇതവർ
സുരക്ഷിതമായ മറ്റൊരു രാജ്യത്തേക്ക് ഇതിനോടകം മാറ്റിക്കഴിഞ്ഞെന്നാണ്. പ്രശ്നപരിഹാരവുമായി പുടിൻ മുമ്പോട്ട് വന്നിരുന്നു. ഈ സമ്പുഷ്ടീകരിച്ചിരുന്ന യുറേനിയം റഷ്യയിലേക്ക് മാറ്റാമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ അമേരിക്ക പറയുന്നത് അവ അമേരിക്കയ്ക്ക് കൈമാറണം, അവ ആറ്റമിക് എനർജി കമ്മീഷന്റെ നേതൃത്വത്തിൽ നശിപ്പിച്ച് കളയണമെന്നാണ്. ഇറാൻ ഇതിനൊന്നും വഴങ്ങുന്നില്ല, ഞങ്ങൾ ചെയ്തതാണ്, അത് ഞങ്ങളുടെ സ്വത്താണ്, ഞങ്ങൾ ആരുടെയും ഇൻഡാസിന് വഴങ്ങില്ല എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിസന്ധി രൂക്ഷമാണ്. എങ്ങനെ പ്രശ്നം പരിഹരിക്കും എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. ഇസ്രായേൽ ആവട്ടെ യഥേഷ്ടം ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം തുടരുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വളരെ വിചിത്രമായ മറ്റൊരു വാർത്ത പുറത്തു വന്നു. ഇറാഖിലെ ഒരു മരുഭൂമിയിൽ ഇറാഖ് അറിയാതെ തന്നെ ഇസ്രായേൽ സൈനിക താവളം സ്ഥാപിച്ചിരുന്നു എന്ന വാർത്തയാണ്. നേരത്തെ തന്നെ അവർ മരുഭൂമിയിൽ സൈനിക താവളം സ്ഥാപിച്ചിരുന്നു. ഇറാനോട് ചേർന്നുള്ള ഈ സൈനിക താവളം ഇറാൻ അതിർത്തിയിൽ പരിക്കേൽക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ പട്ടാളക്കാരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നതിനുള്ള സംവിധാനമടക്കം, അവിടെ നിന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന സംവിധാനം അടക്കമുള്ളവയാണെന്നാണ് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ ഹെലികോപ്റ്റർ വരുന്നതും ആളിറങ്ങുന്നതും ഒരു ആട്ടിടയന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അയാൾ ഇക്കാര്യം ഇറാഖി സൈന്യത്തെ അറിയിക്കുകയും അവർ അന്വേഷണത്തിനായി എത്തുകയും അവർക്ക് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തുകയും അതിൽ ഒരു ഇറാഖി പട്ടാളക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തത്രേ. പിന്നീട് അവർ വലിയ സൈനിക സന്നാഹങ്ങളോടെ എത്തിയപ്പോഴേക്കും അവിടെ ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്നു. എന്നാൽ അവിടെ സൈനിക വിന്യാസം നടന്നതിൻ്റെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഇറാഖ് അറിയാതെ ഇറാഖ് മരുഭൂമിയിൽ ഇസ്രായേലിൻ്റെ ഒരു സൈനിക താവളം സ്ഥാപിച്ചെന്നാണ് മനസ്സിലാവുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ധാരണയുണ്ടായിരുന്നെന്നും ഇക്കാര്യം മനഃപൂർവ്വം ഇറാഖിനോട് മറച്ചുവെച്ചെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇസ്രായേൽ എത്ര സൂക്ഷ്മമായാണ് സൈനിക നീക്കങ്ങൾ നടത്തുന്നത് എന്നതിന് തെളിവായി ഇത് മാറുകയാണ്. ഇതിനിടയിൽ CBSന് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട ഒരു അഭിമുഖം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കൊടുത്തിട്ടുണ്ട്. അമേരിക്കയിലെ 60% പേരും ഇസ്രായേലിന് എതിരാണല്ലോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയെ വിലക്കെടുത്ത് ചിലർ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതിന് കാരണമെന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ മനസ്സിലാക്കുന്നവരാണ് അമേരിക്കക്കാരെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. മാത്രമല്ല നെതന്യാഹു ഒരു കുമ്പസാരവും നടത്തി. യുദ്ധം പൂർണ്ണമായും വിജയിക്കും എന്ന ആത്മവിശ്വാസം ഇപ്പോഴുമുണ്ട്. എന്നാൽ യുദ്ധത്തിനിറങ്ങുമ്പോൾ ഹോർമോസ് കടലെടുക്ക് സ്തംഭിപ്പിച്ചുകൊണ്ട് യുദ്ധത്തെ നേരിടാൻ ഇറാൻ തുനിയുമെന്ന് അമേരിക്കയോ ഇസ്രായേലോ കരുതിയിരുന്നില്ല എന്ന കുമ്പസാരമാണ് നടത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലിനും പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇറാൻ ഹോർമോസ് കടലെടുക്കിൽ നടത്തിയ ഇടപെടലാണ്. ലോകത്ത് നടക്കുന്ന എണ്ണ ഇടപാടുകളിൽ 20%, പ്രകൃതിവാതക ഇടപാടിൽ 25% കടന്നു പോകുന്നത് ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പും ഇക്കാര്യത്തിൽ നടത്തിയിരുന്നില്ല. ഇറാൻ അത് പൂർണ്ണമായി നിരോധിച്ചതോടെ എണ്ണവില കുതിച്ചുയരുന്നത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണമാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്യാസ് ഉപയോഗം കുറയ്ക്കാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടതുപോലും ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യുദ്ധക്കൊതിയനാണ് നെതന്യാഹു എന്ന ആരോപണത്തിന് നെതന്യാഹു പറയുന്നത് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സൗമ്യനായ പ്രധാനമന്ത്രി എന്നായിരുന്നു തന്നെക്കുറിച്ച് എല്ലാവരും പറഞ്ഞിരുന്നത്. പരമാവധി യുദ്ധമില്ലാത്ത ഒത്തുതീർപ്പിനാണ് താൻ ശ്രമിച്ചത്. എന്നാൽ ഒക്ടോബർ 7 തൻ്റെ നിലപാട് മാറി. ഇനി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇസ്രായേൽ ആരോടും ചെയ്യില്ല. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഏതറ്റം വരെ പോയി പോരാടും. ആ പോരാട്ടമാണ് ഇപ്പോൾ തുടരുന്നത് എന്നാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവന. എന്തായാലും യുദ്ധം തുടരുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ വളരുകയാണ്.